പാഴ്വസ്തുക്കൾ പെറുക്കി ഉപജീവനം കണ്ടെത്തുന്ന പിച്ചമ്മാളിനും കുടുംബത്തിനും പട്ടയത്തോടൊപ്പം വീടും ചികിത്സാ സഹായവും താമസിക്കുന്ന വീടിന്റെ വാടകയും ഉറപ്പുവരുത്തുമെന്ന് റവന്യൂ മന്ത്രി കെ രാജന്റെ ഉറപ്പ്. മലപ്പുറത്ത് നടന്ന അതിദരിദ്ര കുടുംബങ്ങൾക്ക് പട്ടയം വിതരണം ചെയ്യുന്ന ചടങ്ങിന് ശേഷമാണ് പിച്ചമ്മാളിന്റെ കഥ കേട്ട മന്ത്രി ഈ ഉറപ്പ് നൽകിയത്. നിങ്ങൾ എത്ര കൊല്ലം ഇതൊന്ന് ആരെങ്കിലും ഡീറ്റെയിൽ ചെയ്ത് കുറിക്കുന്ന സ്ഥലം എനിക്കൊരു പേപ്പർ ഞാൻ എഴുതിക്കോളാം. പിന്നെ എന്താ പേര്? ഹൈബിക. ഹസ്ബൻഡ് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാ? നമ്മൾ ഇതിനെ കുറിച്ച് ആലോചിക്കുന്നില്ല. തമിഴ്നാട് കള്ളക്കുറിച്ചി സ്വദേശിയായ പിച്ചമ്മാൾ 40ലേറെ വർഷമായി മഞ്ചേരിയിലും പരിസര പ്രദേശങ്ങളിലും പഴയ സാധനങ്ങൾ പെറുക്കി ജീവിക്കുന്നു. അമ്മ മേരിയും 8 വയസ്സും 8 മാസവും പ്രായമുള്ള 2 കുഞ്ഞുങ്ങളും അടങ്ങുന്നതാണ് പിച്ചമ്മാളുടെ കുടുംബം. രണ്ടാമത്തെ കുഞ്ഞിന് 15 ദിവസം മാത്രം പ്രായമുള്ളപ്പോഴാണ് ഭർത്താവ് കുടുംബത്തെ ഉപേക്ഷിച്ച് പോയത്. ഭൂമി ലഭിക്കാനായി അപേക്ഷ നൽകി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായെന്ന് പിച്ചമ്മാളുടെ അമ്മ മേരി പറയുന്നു. പുറമ്പോക്കിൽ ഷെഡ് കെട്ടിയായിരുന്നു താമസം. അടച്ചുറപ്പില്ലാത്ത വീടായതിനാൽ സുരക്ഷയെ കരുതി മഞ്ചേരി ടൗൺ ഹാളിനടുത്ത് ഒറ്റമുറി വാടക വീടെടുത്തു. 4000 രൂപയാണ് മാസ വാടക. കിട്ടുന്ന തുച്ഛമായ പൈസ വാടകയ്ക്ക് തികയില്ല. 8 വയസ്സായ കുഞ്ഞിന് മഞ്ഞപ്പിത്തത്തെ തുടർന്നുള്ള അണുബാധയുള്ളതിനാൽ ആഴ്ചയിൽ ഡോക്ടറെ കാണണം. ഇതിനുള്ള പൈസ കണ്ടെത്താനും പിച്ചമ്മാളിന് കഴിഞ്ഞിരുന്നില്ല. പ്രതിരോധശേഷി കുറവായതിനാൽ എപ്പോഴും ആശുപത്രിയിൽ അഡ്മിറ്റ് ആകേണ്ട സാഹചര്യവുമുണ്ട്. അമ്മ മേരിയും അസുഖബാധിതയാണ്. സുമനസ്സുള്ള നാട്ടുകാർ മിക്കപ്പോഴും സഹായിക്കാറുണ്ടെന്ന് പിച്ചമ്മാൾ പറഞ്ഞു. സർക്കാരിന്റെ ബൃഹത്തായ പദ്ധതിയായ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന യജ്ഞത്തിന്റെ ഭാഗമായാണ് പിച്ചമ്മാളിനും കുടുംബത്തിനും ഭൂമി പതിച്ചു കിട്ടിയത്. റവന്യൂ മന്ത്രിയിൽ നിന്ന് നേരിട്ട് എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റുമെന്ന് ഉറപ്പു ലഭിച്ച ആശ്വാസത്തിലാണ് പിച്ചമ്മാളും കുടുംബവും. മെഡിക്കൽ കോളേജുக்கு பக்கமா இருக்கிறேன். 50 வருஷம் ஆகுது. 50 வருஷமாகவும் கவுன்சிலர் தலைவர் பெர்சன்ட் எல்லாத்தையுமே சோதிச்சு அப்புறம் எழுதி கொடுத்து அப்புறமா கிட்டி இப்போ தான் கிட்டி அரசுக்கு நன்றி சொல்லுவேன். ஏசப்பா கடவுள் புண்ணியத்தில் எனக்கு கிட்டி சாமி அப்படின்னு சொல்லி നന്ദി சொல்லுவேன். ജില്ലാ കളക്ടറുടെ ചേംബറിൽ പിച്ചമ്മാളിനെയും കുടുംബത്തെയും വിളിച്ചു വരുത്തുകയും ഉദ്യോഗസ്ഥ തലത്തിൽ നടപടികൾ വേഗത്തിലാക്കാനുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തു. മന്ത്രിയുടെ ആശ്വാസ വാക്കുകളിൽ നിറകണ്ണുകളോടെയാണ് പിച്ചമ്മാളും കുടുംബവും കളക്ടറേറ്റിൽ നിന്നും മടങ്ങിയത്. ഏറനാട് താലൂക്ക് പുൽപ്പറ്റ വില്ലേജിലെ സർവേ നമ്പർ 366-ലെ 1.8 ഏക്കർ ഭൂമിയിലാണ് ഇവർക്ക് സർക്കാർ സൗജന്യമായി ഭൂമി നൽകിയത്. CCN മലപ്പുറം.